ഹലോ ഹായ് പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിലെ മക്കളെ, നാളെ നടക്കാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയിൽ തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള നഹവിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുലാഫുൻ മുലാഫിലേഹി. എന്താണ് മുലാഫുൻ മുലാഫിലേഹി? നമ്മൾ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുന്നതിനാണ് മുലാഫുൻ മുലാഫിലേഹി എന്ന് പറയാം. അതിൽ നമ്മൾ ഏത് ഇസ്മിനെയാണോ ചേർത്തുന്നത് അതിനെ മുലാഫ് എന്നും, നമ്മൾ ഏതിലേക്കാണോ ചേർത്തുന്നത് അതിനെ മുലാഫുൻ ഇലേഹി എന്നും പറയുന്നു. എന്താണ് ഉദാഹരണം നോക്കുക. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവും. നോക്കൂ, പിന്നെ കുത്തുബു അത്താരിഖ് അല്ലേ, ഇത് കൂട്ടി എഴുതുമ്പോൾ കുത്തുബു താരിഖ് എന്നാകും. എന്താണ് എഴുതുക? കുത്തുബു അത്താരിഖ്. കുത്തുബുൻ താരിഖ് എന്നുള്ളത് കൂട്ടി എഴുതുമ്പോൾ എന്തായി മാറും? കുത്തുബു അത്താരിഖ്. ഓക്കെ, ആ താരിഖ്. ഓക്കെ, കുത്തുബു അത്താരിഖ് കേട്ടോ, കുത്തുബു താരിഖ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് കൂട്ടി എഴുതേണ്ടത്. ഇതിൽ ആദ്യം കൊടുത്ത കുത്തുബ് ഉണ്ടല്ലോ, ഇതാണ് മുലാഫ്. രണ്ടാമത് കൊടുത്ത താരിഖ് ഉണ്ടല്ലോ, ഇതാണ് മുലാഫുൻ ഇലൈഹി. അപ്പോൾ നമ്മൾ എന്തിനെയാണോ ചേർത്തുന്നത് അഥവാ ആദ്യം വരുന്ന ഇസ്മ മുലാഫുൻ, രണ്ടാമത് വരുന്നത് മുലാഫുൻ ഇലൈഹിയുമായിരിക്കും. ഇനി എന്താ ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ? ഇതിൽ വരാൻ പോകുന്ന പ്രശ്നം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത് കുത്തുബുൻ അത്താരിഖ് എന്നായിരിക്കും. നോക്കൂ, കുത്തുബുൻ അത്താരിഖ് എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് തമ്മിൽ മുലാഫ് മുലാഫിലേഹി ആക്കി യോജിപ്പിച്ച് എഴുതാൻ പറയും. അങ്ങനെ യോജിപ്പിച്ച് എഴുതുന്ന സമയത്ത് കുത്തുബുൻ എന്നതിൻ്റെ ബുൻ എന്ന ആ ലമ്മ് തൻവീൻ ഉണ്ടല്ലോ, അത് പോകും. ലമ്മ് തൻവീന് പോയിട്ട് കുത്തുബു എന്ന് മാത്രമായി മാറും. ഓക്കെ, കുത്തുബു എന്നായി മാറും. ബുൻ എന്നുള്ളത് ബു ആയി മാറും. അത്താരിഖ് എന്നുള്ളതിൻ്റെ അവസാനം സുക്കൂൻ അല്ലേ, സുക്കൂന് മാറിയിട്ട് കെസർ കൊടുക്കണം. മുലാഫുൻ ഇലൈഹിക്ക് ഓൾവേസ് കെസർ കൊടുക്കണം. അപ്പൊ കുത്തുബു അത്താരിഖ് എന്ന് മാറിയിട്ട് അത്താരിഖി എന്ന് വരണം, താരിഖി എന്ന് കെസർ വരണം. അങ്ങനെയാണെങ്കിൽ സിഫാത്തു, ഇതാ അവിടെ സിഫാത്തു എന്ന് കണ്ടല്ലോ, അൽ ഹുക്കാമി. ഓക്കെ, സിഫാത്തുൽ ഹുക്കാമി, താരീഖു അൽ ഉലൂം, താരീഖുൽ ഉലൂമി, റുവാദുൽ ഫളാഇ. ഓക്കെ, ഇതെല്ലാം എങ്ങനെ ഉണ്ടാകുന്ന അറിയോ? റുവാദുൻ പ്ലസ് അൽ ഫളാഇ, ഫളാഇ എന്നായിരിക്കും ഉണ്ടാവും. റുവാദുൻ പ്ലസ് അൽ ഫളാഇ എന്നാക്കാരം. അപ്പൊ കൂട്ടി വെച്ച് മുലാഫുൻ മുലാഫിലേക്ക് വരുമ്പോ എങ്ങനെ വരണം? റുവാദുൻ എന്നതിലെ ദുൻ ഒരു ലമ്മ് പോവും, എന്നോട് റുവാദു എന്ന് മാത്രമാവും. അൽ ഫലാ എന്നുള്ളതിന് പോയിട്ട് ഈ ആവും. ഓക്കെ, റുവാദുൽ ഫലാഇ. അപ്പൊ മുലാഫിൽ എന്ത് വരാൻ പാടില്ല? ഫത്തഹ് തൻവീനോ കസ്ർ തൻവീനോ ലമ്മ് തൻവീനോ തൻവീനുകളൊന്നും വരാൻ പാടില്ല. പിന്നെയോ അതുപോലെ തന്നെ മുലാഫുൻ ഇലൈഹിയിൽ എന്ത് വരാൻ പാടില്ല? കസ്ർ അല്ലാതെ വേറെ വരാൻ പാടില്ല. അതേപോലെ തന്നെ ഈ മുലാഫിൽ ഒരിക്കലും അലിഫ്ലാം വരാൻ പാടില്ല. മുലാഫുൻ ഇലൈഹിൽ വരാതിരിക്കാം. ഓക്കെ, അതായത് ഒന്നാമത് കൊടുത്ത ഈ റുവാദ് ഉണ്ടല്ലോ, ഒന്നാമത് വരുന്ന ഇസ്മാണ് രണ്ട് ഇസ്മുകളെ കൂട്ടി യോജിപ്പിക്കലല്ലേ മുലാഫ് മുലാഫിലേഹി. ഒന്നാമത് കൊടുക്കുന്ന ഇസ്മിൽ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? അഥവാ മുലാഫിൽ എന്ത് വരാൻ പാടില്ല? അലിഫ്ലാം വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ റുവാദുൽ ഫളാ എന്നൊരിക്കലും വരൂല. ഓക്കെ, തുടക്കത്തെ ഇസ്മിൽ അഥവാ മുലാഫിൽ ഒരിക്കലും അലിഫ്ലാം കടക്കൂല. രണ്ടാമത്തെ ഇസ്മുണ്ട് അഥവാ മുലാഫിലേഹിം, അതിൽ അലിഫ്ലാം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഈ നിയമങ്ങൾ മാത്രമാണ് അതിൽ പഠിക്കാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ താഴത്തെ ഉദാഹരണങ്ങളുടെ മക്കളൊന്നും ചെയ്തു നോക്കൂ. അൽ ഉസ്താദ് അൽ ജാമിഅ. ഓക്കെ, ഇവിടെ അൽ ഉസ്താദ് അൽ ജാമിഅ, അൽ ഉസ്താദ് എന്നാണ് കൊടുത്തത്, അത് മുലാഫായിട്ട് വരണം. അൽ ജാമിഅ മുലാഫുൻ ഇലൈഹി. അൽ ഉസ്താദു എന്നതിലെ അല്ല് പോകണം, കാരണം മുലാഫിൽ എന്ത് വരാൻ പാടില്ല? അല്ല് വരാൻ പാടില്ല. അപ്പൊ ഉസ്താദു. ഇനിയോ അൽ ജാമിഅത്തു എന്നുള്ളത് മുലാഫുൻ ഇലൈഹി ആയിട്ട് വരുന്നത് ജാമിഅത്താണ്. മുലാഫുൻ ഇലൈഹി ആകുമ്പോൾ അതിന്റെ അവസാനം കസ്ർ വരുമാണ്. അപ്പൊ അൽ ജാമിഅത്തു പോയിട്ട് അൽ ജാമിഅത്തി ആകും കേട്ടോ. അതാ ഉസ്താദുൽ ജാമിഅത്തി. ആണോ? അങ്ങനെയെങ്കിൽ അൽ മൈദാനു പ്ലസ് അൽ മദ്റസത്തു എങ്ങനെ കൊടുക്കുക? അൽ മൈദാനിലെ അല്ല് പോകും, കാരണം അൽ മൈദാനാണ് മുലാഫായിട്ട് വരുന്നത്. മുലാഫിൽ ഒരിക്കലും എന്ത് കടക്കൂലല്ലോ? അല്ലെ കടക്കൂലല്ലോ. അപ്പൊ മൈദാനു. ഓക്കെ, മൈദാനു അൽ മദ്റസത്തു, മദ്റസത്തി ആയി മാറും കേട്ടോ. മൈദാനുൽ മദ്റസത്തി. ഓക്കെ ആണോ? അടുത്ത എന്താ? മുദീറുൻ ശരീക്കത്തുൻ. മുദീറുൻ മുലാഫിൽ ഒരു തൻവീനും വരാൻ പാടില്ല. ഫത്ഹ് തൻവീൻ ആവട്ടെ, കസ്ർ തൻവീൻ ആവട്ടെ, ലമ്മ തൻവീൻ ആവട്ടെ, തൻവീൻ വരാൻ പാടില്ല.
അത് മാറിയിട്ട് മുദീറു ആയി മാറും. ഓക്കെ, മുദീറു. ശരിക്കത്തിൻ, ശരിക്കത്തുൻ എന്നാണ്ടത്. പക്ഷേ മുദാഫുൻ ഇലൈഹി വരുമ്പോൾ അത് കസറാവണം. ശരിക്കത്തിൻ. റെഡിയാണ്. ഇനി അമീനുൻ പ്ലസ് മക്തബത്തുൻ. അമീനുൻ പ്ലസ് മക്തബത്തുൻ. അപ്പൊ നമ്മൾ അതിനെ കൊടുക്കുക അമീനുൻ. മുദാഫ് അമീനുൻ ആണ്. അമീനുൻ മാറി അമീനു ആയി മാറും അല്ലേ? ഒരു തൻവീന് വരാൻ പാടില്ലല്ലോ. അപ്പോ അമീനു. മക്തബത്തുൻ മാറി മക്തബത്തിൻ ആയി മാറും കേട്ടോ. കസർ കൊടുക്കേണ്ട മുദാഫ് ഇലൈഹില്. മക്തബത്തിൻ, മക്തബത്തിൻ ആയി. ഇങ്ങനെയാണ് മുദാഫുൻ മുദാഫിലേയും ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന വൈകുന്നേരത്തെ ലൈവിൽ നമ്മളിത് വിശദമായി ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന പരീക്ഷയ്ക്കുള്ള കംപ്ലീറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ലൈവിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ കസിൻസിനെയും നിങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും നിങ്ങൾ ലൈവിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. നാളെ കേരളത്തിൽ നടക്കാൻ പോകുന്ന അറബിക് പരീക്ഷയുടെ തലേനാളിലെ ലൈവിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണുന്ന ലൈവ് MS സൊല്യൂഷൻ്റെ ലൈവായി മാറണം. നിങ്ങൾ നിർബന്ധമായിട്ടും ആ ലൈവിൽ വരണം എന്ന് നിങ്ങളെ ഞാൻ ലൈവിലേക്ക് ക്ഷണിക്കുന്നു. വൈകുന്നേരം ലൈവിൽ നമുക്ക് കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളെ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.